അനിലേട്ടാ നമസ്കാരം. നമസ്തേ. അനിലേട്ടാ, ഈ നമ്മുടെ രാജ്യത്ത് ഭരണഘടന അനുസരിച്ച് ചില പ്രോട്ടോക്കോളുകളുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും വിദേശ രാജ്യത്തെ ഓഫീസുകൾ, അതിൻ്റെ എംബസികൾ അല്ലെങ്കിൽ അവരുടെ ഹൈക്കമ്മീഷനുകൾ, ഇതൊക്കെ സന്ദർശിക്കുന്നതിന് ചില നിയന്ത്രണങ്ങളുണ്ട്. ഇപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ ഒരു എം പി തന്നെ അത് തെറ്റിച്ചിരിക്കുകയാണ്. അദ്ദേഹം അനുമതിയില്ലാതെ ഒരു വിദേശ രാജ്യത്തിൻ്റെ ഓഫീസ്, ഇന്ത്യയിലെ ഡൽഹിയിലെ ഓഫീസ്, അവരുടെ എംബസി സന്ദർശിച്ചു എന്നും ഒരു നിവേദനം കൊടുത്തെന്നും ഒക്കെയാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്, അതൊന്ന് വിശദീകരിക്കാം. അതെ, കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി കത്തി നിൽക്കുന്ന ഒരു വിവാദ വിഷയമാണ്. അതെ, ഈ ഹാരിസ് ബീരാൻ എന്ന് പറഞ്ഞ മുസ്ലിം ലീഗിന്റെ എം പി ആണ് ഇതിനകത്തെ കഥാപാത്രം. അദ്ദേഹം വെറും ഒരു സാധാരണക്കാരനെ എം പി എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ വളരെ സജീവമായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനാണ് അദ്ദേഹം. അതെ, അദ്ദേഹത്തിന്റെ ചില രാഷ്ട്രീയ പശ്ചാത്തലവും അദ്ദേഹത്തിന്റെ നിയമരംഗത്തുള്ള ബന്ധങ്ങളും ചില അവിശുദ്ധമായ രാഷ്ട്രീയ ബന്ധങ്ങളും ഒക്കെ തുടക്കത്തിൽ പറഞ്ഞാൽ മാത്രമേ ഈ ചർച്ച പൂർത്തിയാവുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പറയണം. സൂചിപ്പിക്കേണ്ടതാണ്. നമുക്കറിയാം, യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത്, കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള യു ഡി എഫ് സർക്കാരിന്റെ കാലത്തുള്ള അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്ന അഡ്വക്കേറ്റ് വി കെ ബീരാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പുത്രനാണ് ഇത് ഹാരിസ് ബീരാൻ. പാലാരിവട്ടം അഴിമതി കേസ്, പാലം തകർന്നു വീണ കേസ് നമുക്കറിയാം. ഇബ്രാഹിം കുഞ്ഞ്, അന്നത്തെ PWD മന്ത്രി, അതെ, അദ്ദേഹത്തിന്റെ സഹോദര പുത്രനാണ് ഈ ഹാരിസ് ബീരാൻ. ഇദ്ദേഹം കഴിഞ്ഞ ഏകദേശം ഒരു കാൽ നൂറ്റാണ്ട് കാലമായി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയക്കാരനൊന്നും അല്ല. അദ്ദേഹം KMCC, നമുക്കറിയാം, മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയൊരു സംഘടനയാണ് KMCC. അതെ, അതെ, എന്നിട്ട് ഡൽഹി യൂണിറ്റിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ഈ നിയമരംഗത്തുള്ള മാർഗങ്ങളെ പറ്റി നോക്കുമ്പോൾ അദ്ദേഹത്തിന് കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദ ശക്തികളുമായിട്ടും കേരളത്തിലെ മുസ്ലിം ലീഗുമായിട്ടും വളരെ അടുപ്പമുള്ള ഒരു അഭിഭാഷകനാണ് ശ്രീ ഹാരിസ് ബീരാൻ. മദനിയുടെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹമാണ് ആ കാര്യങ്ങളൊക്കെ സുപ്രീം കോടതിയിൽ നടത്തിയിരുന്നത്. അതുപോലെ തന്നെ മുത്തലാഖ് വിഷയം, പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങള്, ഹിജാബിന്റെ വിഷയം, മീഡിയ വണ്ണിന്റെ കേസ് തുടങ്ങി ധാരാളം കേസുകളിൽ പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി, PDPക്ക് വേണ്ടി, അതുപോലെ തന്നെ മുസ്ലിം ലീഗിന് വേണ്ടിയും ഇദ്ദേഹം ഹാജരായിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ പേരിലെ ആ മുസ്ലിം എന്ന വാക്ക് മാറ്റണമെന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു കേസുണ്ടായിരുന്നു. വളരെ വിവാദമായ ഒരു കേസാണ്. ആ കേസുകളിലൊക്കെ തന്നെ ഹാജരായിട്ടുള്ള അഭിഭാഷകനാണ് ശ്രീ ഹാരിസ് ബീരാൻ. ഇദ്ദേഹം യഥാർത്ഥത്തിൽ രാഷ്ട്രീയക്കാരനൊന്നും ആയിരുന്നില്ല. 2014 രാജ്യസഭയിലേക്ക് ഒഴിവ് വന്ന സീറ്റിലേക്ക് അന്നത്തെ കേരളത്തിലെ ലീഗിന്റെ പ്രതിനിധിയായിട്ട് നമ്മുടെ മുസ്ലിം ലീഗിന്റെ നേതാവായ PMA സലാം അല്ലെങ്കിൽ PK ഫിറോസ്, ഈ രണ്ട് പേരുകൾ സജീവമായി പരിഗണിച്ചിരുന്ന കാലഘട്ടത്തില് ഒരു പോപ്പുലർ ഫ്രണ്ടുമായിട്ടുള്ള ഒരു രഹസ്യധാരണ, അല്ലെങ്കിൽ ലീഗും പോപ്പുലർ ഫ്രണ്ടും തമ്മിലുള്ള ഒരു രഹസ്യധാരണയുടെ ഭാഗമായിട്ട് രാജ്യസഭാ അംഗത്വം കിട്ടിയ ആളാണ് ഈ ഹാരിസ് ബീരാൻ എന്നാണ് അക്കാലത്തെ രാഷ്ട്രീയ ചർച്ചകളൊക്കെ പറയുന്നത്. അത് PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആൾക്കാർ എതിർത്തിട്ട് പോലും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നോമിനി ആയിട്ടാണ് ഇദ്ദേഹം രാജ്യസഭയിലേക്ക് കടന്നുകൂടിയത്. അന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിനല്ല പ്രാധാന്യം, ഇദ്ദേഹം ഭരണഘടനയെ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് അന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്. ഇന്നത്തെ ദിവസമായപ്പോഴേക്കും അദ്ദേഹം ഭരണഘടനയെ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയല്ല, ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന വ്യക്തിയായിട്ട് മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. താങ്കളുടെ ചോദ്യത്തിൽ ചോദിച്ചതുപോലെ തന്നെ ഭാരതം ഒരു ഫെഡറൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രമാണ്. വിദേശകാര്യം ഒരു ഫെഡറൽ സംവിധാനത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാരത്തിൽ മാത്രമുള്ള വിഷയമാണ്. കാരണം വളരെ സെൻസിറ്റീവ് ആണ്. നയതന്ത്ര വിഷയങ്ങൾ, രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ പോലും ഉണ്ടാകാം, രാജ്യങ്ങൾ തമ്മിലുള്ള രഹസ്യങ്ങൾ ചോരാം, അല്ലെങ്കിൽ ശത്രുപക്ഷത്തേക്കുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാം, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണ് ഹാരിസ് ബീരാന് കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ സൗദി എംബസിയിൽ അദ്ദേഹം ഒരു സന്ദർശനം നടത്തി. നമുക്കറിയാം, 2014 ജനുവരി മാസം 28-ാം തീയതി, അന്ന് ഭരിക്കുന്നത് മൻമോഹൻ സിംഗ് ആണ്, അന്ന് ഭരിക്കുന്ന മോഡിയല്ല. ആ സമയത്ത് കേന്ദ്ര ഗവൺമെന്റ് വിദേശകാര്യ മന്ത്രാലയം വിദേശ എംബസികളുമായിട്ടുള്ള ആശയവിനിമയം വിദേശ മന്ത്രാലയം വഴി മാത്രമേ പാടുള്ളൂ എന്നുള്ള ഒരു പരിഷ്കരിച്ച മാർഗനിർദ്ദേശ തത്വം പുറത്തിറക്കി. അല്ലാതെ കേരള സർക്കാരിന് നേരിട്ട് സൗദി എംബസിയിലോ UAE എംബസിയിലോ ഒന്നും പോകാനൊക്കത്തില്ല, തമിഴ്നാട് സർക്കാരിന് പോകാനൊക്കത്തില്ല, ഇവിടുത്തെ സുരേഷ് ഗോപി MP പോകാനൊക്കത്തില്ല, ഇവിടുത്തെ ആർക്കും അങ്ങനെ പോകാനൊക്കത്തില്ല. ഒരു MP പോലും പോകണമെന്നുണ്ടെങ്കിൽ വിദേശ മന്ത്രാലയത്തിന്റെ അനുവാദം മേടിക്കണം, അങ്ങനെ പോകാനൊക്കും. അത് നഗ്നമായി ലംഘിച്ചുകൊണ്ടാണ് ഇദ്ദേഹം പോയിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ വിവാദ വിഷയത്തിന് മുമ്പ് ഒരു കാര്യം നമ്മൾ ഈ സാഹചര്യത്തിൽ ഒന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇദ്ദേഹത്തിന് ഈ സൗദി എംബസി വലിയ പിടുത്തമാണെന്ന് തോന്നുന്നു. കാരണം ഇദ്ദേഹം 2024 ജൂൺ ജൂലൈ കാലഘട്ടത്തിലാണ് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുത്തത്.
ആ സമയത്ത് അദ്ദേഹം 2024 ഓഗസ്റ്റ് മാസം 24 സൗദി സന്ദർശിച്ചപ്പോൾ അവിടുത്തെ ഇന്ത്യൻ എംബസി സന്ദർശിച്ചു. ആ, ഹാരിസ് ബീരാൻ ആ, ഇന്ത്യയുടെ എംബസി, സൗദിയിലെ ഇന്ത്യൻ എംബസി അന്ന് അദ്ദേഹം പോയി കണ്ടു. ഇപ്പോൾ ഉം, അദ്ദേഹം ഇവിടെ, അത് ചിലപ്പോൾ അദ്ദേഹത്തിന് പോകാമായിരിക്കും, ഇന്ത്യയുടെ എംബസി ആണല്ലോ അവിടെ, അദ്ദേഹം അതെ, പോയി കാണും. പക്ഷെ കഴിഞ്ഞ ദിവസം അദ്ദേഹം പോയി, എന്തിനാണ് പോയത്? അടുത്ത സമയത്ത് സൗദി സർക്കാർ ഒരു ഉത്തരവിറക്കി. ആ, പ്രൊഫഷണൽ ആയിട്ടുള്ള യോഗ്യതയുള്ള സ്കിൽ ബേസ്ഡ് ജോബ് വിസയുടെ വെരിഫിക്കേഷൻ ഇന്ത്യയിൽ തന്നെ നടത്തണം എന്നുള്ളതാണ് ആ തീരുമാനം. ആ, അപ്രകാരം നടത്തുന്ന 2 സെന്ററുകൾ, സൗദി സ്കിൽ ബേസ്ഡ് ജോബ വിസ പ്രോസസിംഗ് സെന്ററിന്റെ 2 സെന്ററുകൾ, ഒന്ന് കൊച്ചിയിലും ഒന്ന് കോഴിക്കോട്ടും വേണമെന്ന് നിവേദനം നൽകാനാണ് താൻ പോയതെന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആ, അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ആ പ്ലാറ്റ്ഫോമിൽ ഇട്ടിട്ടുണ്ട്, പലരും ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ പോയത്, പല തൊഴിലന്വേഷകരും ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പോയത്. അടുത്ത ദിവസം അദ്ദേഹം ഫേസ്ബുക്കിൽ വീണ്ടും കുറിച്ചു, സംസ്ഥാന സർക്കാരിന് വേണ്ടിയാണ് ഞാൻ നിവേദനം കൊടുക്കാൻ പോയത്. ഓ, തെറ്റല്ലേ? സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് ഈ ലീഗിന്റെ രാജ്യസഭ എം പിക്ക് എന്ത് റോളാണുള്ളത്? തീർച്ചയായിട്ടും. അതാണ് നമ്മൾ ഇതിനകത്ത് രാഷ്ട്രീയം കാണേണ്ടത്. അന്നേരം ഇതെല്ലാം കൂട്ടുകച്ചവടമാണ്. പോപ്പുലർ അതെ, ഫ്രണ്ടും ലീഗും CPM-ഉം ഇടതു മുന്നണിയും വലതു മുന്നണിയും ഒക്കെ തമ്മിലുള്ള ഒരു കൂട്ടുകച്ചവടം. നമുക്കറിയാം, കുറച്ചു കാലം മുമ്പാണ് വളരെ വിവാദമായിട്ടുള്ള ചില സംഭവങ്ങൾ കേരള മന്ത്രിസഭയും കേരളത്തിലെ UAE-യുടെ കോൺസുലേറ്റും ഒക്കെ ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. അതെ, അതിന്റെ അതെ, ഒരു ബാക്കി പത്രം എന്ന രീതിയിൽ ഇതിനെ കാണാൻ സാധിക്കും. ഇത് തീർച്ചയായിട്ടും 100% രാജ്യ താല്പര്യത്തിന് എതിരായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടുള്ള വ്യക്തിയാണ് രാജ്യസഭ MP. നിയമം അതെ, അറിയാവുന്ന വ്യക്തി, ഒരു സാധാരണക്കാരനെ MP അല്ല. അദ്ദേഹം അതെ, കാണിച്ചത് 100% രാജ്യദ്രോഹ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ തെറ്റായിട്ട് അതിനെ പറയാൻ സാധിക്കില്ല. ഭരണഘടനാ വിരുദ്ധമാണ്, സത്യപ്രതിജ്ഞാ ലംഘനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഉവ്വ്. ഇതിനിടയ്ക്ക് ഒരു കാര്യം ചോദിക്കാൻ. അതായത് ഈ ഇങ്ങനൊരു നിയമലംഘനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇത് ഈ പറഞ്ഞതുപോലെ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അതിന് പരാതി എങ്ങാനും ലഭിച്ചാൽ അവർക്കിത് അന്വേഷിക്കാം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ MP സ്ഥാനത്തിന് അത് ഭീഷണിയാണോ? ഒന്നത്. 2, മുമ്പ് നമുക്കൊരു അനുഭവമുണ്ട്. ബംഗാളിൽ നിന്നുള്ള MP മഹുവ മൈത്ര, ഉം. അവർക്ക് മാത്രം ഉപയോഗിക്കാൻ കൊടുത്തിരിക്കുന്ന ഒരു പാസ്വേഡ് ഉണ്ട്, ഒരു ഇമെയിൽ ഓപ്പറേറ്റ് ചോദ്യം ചെയ്യാനുള്ള ചോദിക്കും. അവരുടെ ഇൻ്റർനെറ്റ്. അന്നത് അവരുടെ കയ്യിൽ നിന്നത് മറ്റൊരാളിന്, ഒരു ബിസിനസ്സുകാരന് അത് ലഭിച്ചു. അവർക്കെതിരെ വലിയ ആക്ഷേപങ്ങൾ ഉയരുകയും അത് JPC അന്വേഷിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഇവിടെയും അത് ബാധകമല്ലേ? ഇദ്ദേഹത്തിനും ഇതൊക്കെ ബാധകമല്ലേ? ഇത് അങ്ങനെ ഒരു അന്വേഷണം വരാൻ സാധ്യതയുണ്ടോ? എന്താണ് അങ്ങയുടെ അഭിപ്രായം? അതെ, ഈ സൗദിയിലെ അംബാസഡറായ റിയാദ് അൽ ഖാവിയെ സന്ദർശിച്ച് ഇപ്രകാരം 2 സെന്ററുകൾ വേണമെന്ന് ആവശ്യപ്പെട്ട് നിവേദനം കൊടുത്ത നടപടി തീർച്ചയായിട്ടും അദ്ദേഹം സത്യപ്രതിജ്ഞാ ലംഘനം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അത് പാർലമെന്റിന്റെ അച്ചടക്ക സമിതിയാണ് അത് അന്വേഷിക്കേണ്ടത്. അദ്ദേഹം പാർലമെന്റിന്റെ ആ നിയമപ്രകാരമുള്ള അച്ചടക്കം ലംഘിച്ചിട്ടുണ്ടോ എന്നുള്ള സമിതി അന്വേഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഈ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയാണ് ചെയ്തതെന്ന് മനസ്സിലാക്കിയാൽ അദ്ദേഹത്തിന്റെ രാജ്യസഭ MP സ്ഥാനം പോലും വേണമെങ്കിൽ നഷ്ടപ്പെടാൻ സാധിക്കും. ഒരു ലേമാൻ അല്ല ഈ MP. അദ്ദേഹം അതെ, ഭരണഘടനാ വിദഗ്ധനാണെന്ന് അഭിമാനിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം അതെ, അപ്രകാരം പോയത് തെറ്റാണ്. അദ്ദേഹം അതിനെ ന്യായീകരിക്കുന്ന എന്താണ്? കേരളത്തിലെ ധാരാളം തൊഴിലന്വേഷകർ എന്നോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പോയതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആ, തീർത്തും തെറ്റാണ്. അദ്ദേഹത്തിനെതിരെ നടപടി സാധ്യമാണ്. തീർച്ചയായിട്ടും. എന്തായാലും ഈ വിഷയത്തിൽ ഇനി ഉണ്ടാകുന്ന പുരോഗതി എന്താണെന്ന് നമുക്ക് നോക്കാം. കാരണം ഇത് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തെ, നമ്മുടെ പരമാധികാരത്തെ ഒക്കെ നമ്മുടെ ഒരു പൗരൻ തന്നെ, അതും ഒരു സാധാരണക്കാരനല്ല, ഒരു MP ആയിട്ടുള്ളയാൾ, മെമ്പർ ഓഫ് പാർലമെൻറ്റ്, രാജ്യസഭ MP ആയിട്ടുള്ളയാൾ അത് ചോദ്യം ചെയ്യുന്നു, അതിനെ വെല്ലുവിളിക്കുന്നു എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ നിയമ നടപടികൾ ഉണ്ടാകേണ്ടതാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. നന്ദി, നമസ്കാരം. ശരി.